MG പ്രതീഷ് കൂടി ചേർന്നു. പ്രതീഷ്, വാസു ഇപ്പോൾ എവിടെയാണ്? വാസുവിനെ കൊണ്ടുവരുന്നത് എങ്ങോട്ടേക്കാണ്? നേരെ കോടതിയിൽ ഹാജരാക്കണം. ഇപ്പോൾ മുരാരി ബാബുവിനെ നേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡായിരുന്നു. അതുപോലെ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഈ രാത്രി ഉണ്ടാകുമോ പ്രതീഷ്? ഹഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർണായകമായ നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എൻ വാസുവിന്റെ അറസ്റ്റ് അല്പസമയം മുമ്പാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വാസുവിനെ എത്തിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഉള്ളത്. പ്രധാനമായും ഇത്തരത്തിലൊരു നടപടികളിലേക്കായിരിക്കും ഇനി ക്രൈംബ്രാഞ്ച് സംഘം കടക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട വാസുവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ ആദ്യഘട്ടത്തിൽ എൻ വാസുവിനെ SIT ചോദ്യം ചെയ്തിരുന്നു. അന്ന് എൻ വാസു പറഞ്ഞ പല കാര്യങ്ങളും ഈ പ്രത്യേക അന്വേഷണ സംഘം മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല. പക്ഷേ പിന്നീട് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള പല ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഈ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ 4ാം പ്രതി വരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ കേസിലെ 3ാം പ്രതിയായ എൻ വാസുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായും ഉയർന്നിരുന്നു. പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ ഒരു രാഷ്ട്രീയ ആയുധമാക്കി അത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് പിന്നാലെ തന്നെ ഒരു നിർണായകമായ ഒരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എൻ വാസുവിന്റെ കാലത്ത് എൻ വാസു ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന ഘട്ടത്തിൽ പോലും ഇക്കാര്യത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചു. വളരെ ലാഘവത്തോടു കൂടിയാണ് എൻ വാസു ഈ വിഷയങ്ങളെയൊക്കെ തന്നെ കൈകാര്യം ചെയ്തത് എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കട്ടിളപ്പാളി, സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്താൻ കാരണമായത് തന്നെ എൻ വാസുവിന്റെ ഇടപെടലാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എൻ വാസുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. തുടക്കം മുതൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു എൻ വാസു ഉണ്ടായിരുന്നത്. താൻ ഒന്നും ചെയ്തിട്ടില്ല, തന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു ന്യായീകരണമാണ് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എൻ വാസു നടത്തിയത്. അതിന് പിന്നാലെ ആ മൊഴികളൊക്കെ തന്നെ അല്ലെങ്കിൽ ആ വിശദീകരണങ്ങൾ എല്ലാം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ ചോദ്യം ചെയ്യലും എൻ വാസു നടത്തിയത്. പക്ഷേ ആ മറുപടി ഒക്കെ തന്നെ പൂർണ്ണമായും പ്രത്യേക അന്വേഷണ സംഘം വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുകയും മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും D സുധീഷ് കുമാറിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ കേസിലെ നിർണായകമായ പല കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് SIT പോയിരിക്കുന്നത്. ഈ കേസിൽ ഏകദേശം 6 ആഴ്ചയാണ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ സമയം. അത് ഏകദേശം അതിന്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴാണ് ഈ എൻ വാസുവിന്റെ അറസ്റ്റ് കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലൊരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയതോടുകൂടി തന്നെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ, ഇന്ന് പത്തനംതിട്ട കോടതി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട എൻ വാസുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. സ്വർണ്ണപ്പാളി കേസിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല സന്നിധാനം അതിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത വിധമുള്ള, നേരത്തെ ഹൈക്കോടതി ഇത് സുഭാഷ് കപൂർ മോഡലാണോ, രാജ്യാന്തര വിഗ്രഹക്കടത്ത് മോഡലാണോ എന്ന സംശയം ഉണ്ടാവുന്ന രീതിയിലുള്ള മാരകമായ സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് എൻ വാസുവിന്റെ അറസ്റ്റാണ് നിസ്സംശയം പറയാം. അത് വാസുവിന് തിരിച്ചറിയാവുന്ന ഉറപ്പായി മുരാരി ബാബുവിന്റെയും സുധീഷ് കുമാറിന്റെയും ഒക്കെ മൊഴിയാണ്. മുൻ തിരുവാഭരണം കമ്മീഷണർ ബൈജുവിന്റെ മൊഴിയും വാസുവിനെതിരാണ് എന്ന കൃത്യമായ ഒരു വിലയിരുത്തൽ നേരത്തെ വന്നതാണ്. മാത്രമല്ല, ആദ്യമായി കൊള്ളയ്ക്കൊക്കെ വഴിയൊരുങ്ങിയ രേഖാതിരുത്തൽ, സ്വർണം ചെമ്പാക്കിയ രേഖാതിരുത്തൽ നടന്ന് വാസുവിന്റെ കാലത്താണ്. രേഖ തീർത്ത് എന്തിന് എന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളുടെ ചോദ്യത്തിനോ അല്ലാതെ ഒന്നും വാസുവിന് മറുപടി ഉണ്ടായിരുന്നില്ല, വലിയ കോൺഫിഡൻസ് അദ്ദേഹം കാണിക്കുമ്പോഴും. അതോടൊപ്പം തന്നെ നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ 2019 ഡിസംബർ 9 പോറ്റിയുടെ ഒരു ഇമെയിൽ എൻ വാസുവിന് വന്നിരുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിന്റെയും മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ട്, എന്ത് ചെയ്യണം, അത് സഹായം ആവശ്യമുള്ള പെൺകുട്ടിയുടെ വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞൊരു ഇമെയിൽ എൻ വാസുവിൻ്റെ മെയിലിലേക്ക് അത് വന്നിരുന്നു. ദുരൂഹ ഇമെയിൽ വന്നപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വർണ്ണത്തിന്റെ ഭാരവ്യത്യാസമടക്കം റിപ്പോർട്ട് ചെയ്തില്ല. അത് ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ ഇടക്കാല ഉത്തരവിലും അത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ പോറ്റിക്ക് നടപടിയെടുക്കേണ്ടതായിരുന്നു, എന്തുകൊണ്ട് അത് ഉണ്ടായില്ല എന്ന കാര്യങ്ങൾ ഹൈക്കോടതി ഏറ്റവും ഒടുവിലത്തെ ഉത്തരവിൽ ചോദിച്ചതാണ്. അനിവാര്യമായ അറസ്റ്റ്, ഈ കേസിൽ എൻ വാസുവിൻ്റെ അറസ്റ്റ് ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ SIT കഴിയുമായിരുന്നില്ല. കാര്യം ഇതിൻ്റെ ആദ്യ കണ്ണി, ഈ തട്ടിപ്പിൻ്റെ ആദ്യ പടിയെടുത്തു വെച്ച ആളുടെ പേര് എൻ വാസു
എന്നാണ്. അപ്പോൾ അറസ്റ്റ് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയുമെന്നില്ല. പക്ഷേ അന്വേഷണ സംഘം വളരെ കരുതലോടെയും വളരെ സൂക്ഷിച്ചും ഹൈക്കോടതിയിൽ ഏറ്റവും ഒടുവിൽ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് ഹൈക്കോടതിയിൽ നിന്നും ഒരുപക്ഷെ ഒരു ബ്ലാങ്ക് ചെക്ക് അന്വേഷണത്തിന് ഏതറ്റം വരെ പൊയ്ക്കോ എന്നൊരു ബ്ലാങ്ക് ചെക്ക് അടക്കം വാങ്ങിക്കൊണ്ടാണ് എന്താണ് ഒഫീഷ്യലി അല്ലാതെ കോടതിയുടെ മനസ്സറിഞ്ഞ ശേഷമുള്ള ഒരു അറസ്റ്റ് എന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്യാം. എൻ വാസു അറസ്റ്റിലായിരിക്കുന്നു. എൻ വാസുവിന്റെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ കേവലം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ സുധീഷ് കുമാറിൽ എത്തി നിൽക്കുന്ന അറസ്റ്റ് പോലെ ഒരു അറസ്റ്റല്ല, ഒരു വണ്ണമങ്ങ അറസ്റ്റല്ല. എൻ വാസുവിന്റെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി കൂടി CPM മറുപടി പറയേണ്ടി വരുന്ന അറസ്റ്റാണ്. കാര്യം എൻ വാസു CPMന്റെ ദേവസ്വം ബോർഡിലേക്കുള്ള രാഷ്ട്രീയ നോമിനിയായിരുന്നു, കൊളക്കട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, രാഷ്ട്രീയ പാരമ്പര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് സർക്കാരിനെയും CPMനെയും ഈ അറസ്റ്റ് മറുപടി പറയാൻ നിർബന്ധിക്കുന്ന ഒന്നായി മാറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.